وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين، والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين، أما بعد، اتقوا الله عباد الله. أوصيكم وإياي بنفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. بسم الله الرحمن الرحيم. والذين يكنزون الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم يوم يحمى عليها في نار جهنم فتقوى بها جباههم وجنوبهم وظهورهم هذا ما كنزتم لأنفسكم فذوقوا ما كنتم تكنزون. ഏറെ ബഹുമാനം നിറഞ്ഞ സൗഹാർദ്ദ സനാബിൽ ഖുർആൻ പഠിതാക്കളെ, സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമദാനിൻ്റെ ഏറെ ധന്യമായ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. മാത്രമല്ല, പരിശുദ്ധ റമദാനിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ, പുണ്യകരമായ, ഏറ്റവും മഹത്തായ, അള്ളാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ ഓഫർ നൽകിയ ഒരു സന്ദർഭത്തിലേക്ക് കൂടിയാണ് നമ്മൾ ഇൻഷാ അല്ലാഹ് ഇന്നു മുതൽ പ്രവേശിക്കാൻ പോകുന്നത്. ഇഅ്തികാഫ് ലൈലത്തുൽ ഖദ്റുമായി ബന്ധപ്പെട്ടതാണ് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഒരുപാട് വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു, പഠിക്കുന്നു, അർത്ഥം മനസ്സിലാക്കുന്നു, മനഃപ്പാഠമാക്കുന്നു. സക്കാത്ത്, സ്വതക്ക, അതുമായി ബന്ധപ്പെട്ട് ദാനധർമ്മങ്ങളിലൂടെ കടന്നു പോകുന്നു. ഇങ്ങനെ ഒട്ടനവധി ഇഫ്താറുകൾ, ഇങ്ങനെ ഒട്ടനവധി കർമ്മങ്ങളുമായിക്കൊണ്ട് നമ്മൾ ഏറെ ശ്രദ്ധേയമായിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നെല്ലാം അത് സ്വീകരിക്കുമാറാകട്ടെ. നാളെ അവൻ്റെ റയ്യാൻ എന്ന സ്വർഗീയമായ കവാടത്തിലൂടെ കടന്നു പോകുന്ന മഹാസൗഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആഗ്രഹിച്ചു വന്ന ആളുകളുണ്ട്. പക്ഷേ രോഗം കാരണം, അനാരോഗ്യം കാരണമൊക്കെ നോമ്പെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നുണ്ട്. അള്ളാഹുർക്കെല്ലാം ശിഫയും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസ്സും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ പ്രയാസം അള്ളാഹു എത്രയും വേഗത്തിൽ ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. ഈ റമദാനോട് വരെ നമ്മോട് നിന്ന് വിട പറഞ്ഞു പോയ പല ആളുകളുമുണ്ട്. അള്ളാഹുർക്കെല്ലാം ആഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരെയും നമ്മയും അവൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സെനാബിന്റെ ഏറ്റവും പ്രിയങ്കരനായിരുന്ന ബഹുമാനനായ അബൂബക്കർ കമ്പളക്കാട്, അള്ളാഹു ഈ വിശുദ്ധ റമദാൻ അദ്ദേഹത്തിന് കാണാനും കൂടാനും അതുപോലെ തന്നെ പല പ്രോഗ്രാമുകളും പങ്കെടുക്കാനും സാധിക്കാതെ പോയിട്ടുണ്ട്. അള്ളാഹു ആഫിറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. നമ്മോടൊപ്പം, നമുക്കും അവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖിന് പ്രദാനം ചെയ്യുമാറാകട്ടെ. രോഗികളായി കടക്കുന്നവരുടെ അള്ളാഹുർക്കെല്ലാം ശിഫ നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ വിശുദ്ധ റമദാൻ, അതിൽ പ്രവേശിക്കാനും ഇതുവരെ നോമ്പുകളെടുക്കാനും ഒരുപാട് സൽക്കർമ്മങ്ങളോട് കടന്നു പോകാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ശിഷ്ട നോമ്പുകളെല്ലാം പൂർണ്ണമായ ആഫിയത്തോടെ, ആരോഗ്യത്തോടെ നിർവഹിക്കാൻ നമുക്കെല്ലാം അള്ളാഹു തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. റയ്യാൻ എന്ന സ്വർഗീയമായ കവാടത്തിലൂടെ കടന്നു പോകുന്ന മഹാസൗഭാഗ്യവന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, സക്കാത്ത് അർത്ഥവും അതിൻ്റെ ലക്ഷ്യം എന്ന വിഷയത്തെ കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് കുറച്ച് കാര്യമായ ചില വിശദീകരണങ്ങളിലൂടെ കടന്നു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. വബില്ലാഹി തൗഫീഖ്. ഹിജ്റ വർഷം 11-ാം കൊല്ലം ലോകത്തിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞ നിമിഷം, ആ ദിനരാത്രങ്ങൾ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധികളുടെ ദിനരാത്രങ്ങളായിരുന്നു.
ആ വിട പറയൽ സൃഷ്ടിച്ച ആഘാതം മുസ്ലിങ്ങളുടെ മനസ്സിൽ വളരെ ശക്തമായ പ്രയാസമുണ്ടാക്കി. അതോടൊപ്പം തന്നെ വ്യാജ അവകാശവാദങ്ങളുമായി കള്ളപ്രവാചകന്മാരിൽ ഒരു വശത്ത് ഷാമിൽ നിന്നുള്ള ക്രൈസ്തവരുടെ ആക്രമണങ്ങളെ കുറിച്ചുള്ള ആഭ്യൂഹങ്ങൾ മറുവശത്ത് ആ സമയത്ത് ഇസ്ലാമിന്റെ ഒന്നാമത്തെ ഖലീഫ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ്. ആർക്കെതിരായിരുന്നു ആ യുദ്ധം? ഇസ്ലാമിലെ പഞ്ചസ്തംഭങ്ങൾ ഒന്നായ സക്കാത്ത് എന്നുള്ള മർമ്മപ്രധാനമായ സംഗതി നിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ നമസ്കരിക്കാൻ തയ്യാറാണ്, പക്ഷെ സക്കാത്ത് കൊടുക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്ന ഒരു വിഭാഗം ആളുകൾ, ആ ആളുകൾക്കെതിരെ ഖലീഫ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്നു. സ്വഹാബാക്കൾ പലരും എതിർത്തു രംഗത്ത് വന്നു. ആ സമയത്ത് അബൂബക്കർ പറഞ്ഞു, വല്ലാഹി ലൗ ഖാതിലന മൻ ഫറഖ ബൈന സ്വലാ വസ്സകാ ഫഇന്ന സകാത ഹഖുൽ മാൽ വല്ലാഹി വല്ലാഹി. അവരോട് യുദ്ധം ചെയ്യണ്ട എന്ന് പറഞ്ഞവരോട് ഖലീഫ പറഞ്ഞ വാചകം എന്താണ്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ ആ റസൂലിന് കൊടുത്ത ഒരു ഒട്ടകത്തിന്റെ മൂക്കുകയർ ഈ സമൂഹം എനിക്ക് തരാൻ വിസമ്മതിച്ചാൽ ആ ഒട്ടകത്തിന് മൂക്കുകയറിന് വേണ്ടി ഞാൻ അവരോട് യുദ്ധം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം, ഇസ്ലാമാകുന്ന പ്രകാശഗോപുരത്തിന്റെ ആ തൂണിൽ ഒന്നായ മൂന്നാമത്തേതാണ് സക്കാത്ത്. ആ സക്കാത്തിന് പ്രാധാന്യം ലോകത്തോട് വിളിച്ചു പറയുന്നതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചെയ്തത്. എന്നാൽ വിശ്വാസികളെ വളരെയധികം ദുഃഖകരമെന്ന് പറയട്ടെ, ഇപ്പോഴും ഈ വിഷയത്തിൽ നേരം വെളുക്കാത്ത ആളുകളുണ്ട്, കണ്ണു തുറക്കാത്ത ആളുകളുണ്ട്, ഗൗരവം മനസ്സിലാക്കാത്തവരുണ്ട്. മനസ്സിലാക്കുവാനോ പഠിക്കുവാനോ തയ്യാറില്ലാത്ത ആളുകൾ, കൊടുക്കാൻ തയ്യാറില്ലാത്തവർ, ഇങ്ങനെ ഒരുപാട് ആളുകളെ നമുക്ക് ഈ രൂപത്തിൽ കാണാൻ സാധിക്കും. ഒരു നേരത്തെ നമസ്കാരം നഷ്ടപ്പെട്ടാൽ നമുക്ക് ഏവർക്കും പ്രയാസമാണ്. ഒരു നേരത്തെ നമസ്കാരം നഷ്ടപ്പെടുന്നത് വളരെയധികം അസ്വസ്ഥതയോടെ പ്രയാസത്തോടു കൂടി നോക്കിക്കാണുന്നു. അതേ നമ്മൾ തന്നെ നമ്മുടെ ജീവിത കാലഘട്ടത്തിൽ ഇതുവരെ സക്കാത്ത് എന്നുള്ള മർമ്മപ്രധാനമായ കാര്യം കൊടുക്കാത്തതിൽ യാതൊരു പ്രയാസവും മനസ്സാക്ഷിക്കുത്തും നമുക്ക് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറെ പ്രയാസകരമായ അവസ്ഥ. നമസ്കാരത്തിന്റെ പ്രാർത്ഥനകൾ അറിയാത്ത ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി എങ്കിൽ ആ പ്രാർത്ഥനകൾ അന്വേഷിച്ച് കണ്ടെത്തിയും പഠിക്കുന്ന നമ്മൾ തന്നെ എന്തുകൊണ്ട് സക്കാത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനും പഠിക്കുവാനും ഒരു മനസ്സ് എന്തുകൊണ്ട് മുന്നോട്ട് വെക്കുന്നില്ല? ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. നമ്മളെല്ലാവരും ഖുർആൻ പാരായണം ചെയ്യാറുണ്ട്. അതിൽ തുടക്കത്തിൽ ഒരു അധ്യായം ഫാത്തിഹ ഓതാറുണ്ട്. ആ ഫാത്തിഹ പാരായണം ചെയ്യുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വാദം ഇങ്ങനെയാണ്, ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നു. എന്നാൽ സഹോദരങ്ങളെ, നമ്മളെ മനസ്സിലാക്കുക, എന്താണ് ജൂതന്മാരുടെ സ്വഭാവം? അവരുടെ സ്വഭാവം പഠിപ്പിക്കുന്നുണ്ട് ഖുർആനില്. എന്താണ് സ്വഭാവം? അഫതുഅ്മിനൂന ബിബഅദിൽ കിതാബി വതക്ഫുറൂന ബിബഅദ്. അവർക്ക് ഇഷ്ടമുള്ളത് സ്വീകരിക്കും, ഇഷ്ടമില്ലാതെ തള്ളിക്കളയും. തങ്ങളുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എങ്കിൽ യോജിക്കുന്നത് സ്വീകരിക്കും, അഥവാ എളുപ്പമുള്ളത് സ്വീകരിക്കുകയും എളുപ്പമില്ലാതെ തള്ളിക്കളയുകയും ചെയ്യുന്നു. ഇതാണ് ജൂതന്മാരുടെ ഏർപ്പാട്. പലപ്പോഴും ആ സ്വഭാവത്തിലേക്കല്ലേ നമ്മളും കടന്നു പോകുന്നത്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ എന്ന് പ്രാർത്ഥിക്കുന്ന അതേ നമ്മൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു കൃത്യമായ കാഴ്ചപ്പാട് സ്വീകരിക്കുന്നില്ല? വിശുദ്ധ ഇസ്ലാമിലെ മർമ്മപ്രധാനമായ നമസ്കാരം നിർവഹിക്കുന്ന നാം തന്നെ അതേ മർമ്മപ്രധാനമായ സക്കാത്തിന്റെ പ്രാധാന്യം കൊടുക്കാതെ വന്നാൽ, അതേ ജൂതന്മാരുടെ സ്വഭാവം ഏറ്റെടുത്തുകൊണ്ട് അവരുടെ ആചാരാനുഷ്ഠാനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതേ ജൂതന്മാർക്കെതിരെ പ്രാർത്ഥിച്ചാൽ എങ്ങനെ നമുക്ക് ഉത്തരം കിട്ടുമോ? നാം ആലോചിക്കേണ്ടതാണ്. ഈ ഇന്നലകളിലൂടെ ഈ ലോകത്ത് ഒരുപാട് ചരിത്രങ്ങൾ കടന്നുപോയിട്ടുണ്ട്. ഒരു വിഭാഗം ആളുകൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു. ആരായിരുന്നു അവർ? വിശുദ്ധ ഖുർആൻ റളിയല്ലാഹു അൻഹും വറളു അൻഹും എന്ന് പറഞ്ഞ് റബ്ബ് തൃപ്തിപ്പെട്ട, പടച്ച തമ്പുരാൻ തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ ഒരു വിഭാഗം ആളുകൾ. അതേ അസ്ഹാബി ഉമ്മത്തി ഫി ഉമ്മത്തി, സ്വഹാബാക്കൾ ഈ ഉമ്മത്തിന്റെ വിശ്വസ്തരാണ്, സൂക്ഷിപ്പുകാരാണ് എന്ന് ലോകത്തിന്റെ പ്രവാചകൻ പഠിപ്പിച്ച ആ അനുചരന്മാർ. എന്താണ് ആ അനുചരന്മാരുടെ പ്രത്യേകത? അവരാണ് നബിയിൽ നിന്ന് സക്കാത്തിനെ കുറിച്ച് നേരിട്ട് കേട്ടവർ, ആദ്യമായി സക്കാത്തിനെ കുറിച്ച് പഠിച്ചവർ അവരായിരുന്നു. അതിനാൽ അവർക്ക് ആ വിഷയത്തിൽ തീർത്താൽ തീരാത്ത സംശയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവർക്ക് സക്കാത്ത് നടപ്പിൽ വരുത്താൻ ഒരു പ്രയാസവും ഉണ്ടായിരുന്നില്ല. അവർ പ്രവാചക സന്നിധിയിലേക്ക് കടന്നു വന്നു. നബിയുടെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ട് സ്വഹാബാക്കൾ ചോദിക്കുകയാണ്, പ്രവാചകരെ, സ്വർണവും വെള്ളിയും ഒരിക്കലും ഞങ്ങൾ കൂട്ടിവെക്കാൻ തയ്യാറല്ല. അതുകൊണ്ട് നാളെയുടെ ലോകത്തേക്ക് ഞങ്ങൾക്ക് സമ്പാദ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് പറഞ്ഞു തരണമെന്ന്, പഠിപ്പിച്ചു തരണമെന്ന് പറഞ്ഞു.
റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നിങ്ങളുടെ സമ്പാദ്യം സ്വർണ്ണമല്ല, പിന്നെന്താണ്? അഫ്ളലുഹു ലിസാനൻ ദാകിറ വ ഖൽബൻ ശാകിറ വ സൗജതൻ മുഅ്മിനതൻ തുഗീലുഹു ബി അംറിൽ ആഖിറ. ആ റബ്ബിനെ ഓർക്കുന്ന നാവ്, റബ്ബിനെ നന്ദി കാണിക്കുന്ന മനസ്സ്, അതേപോലെ റബ്ബിന്റെ മാർഗത്തിൽ സഹായിക്കുന്ന വിശ്വാസിനിയായ ഭാര്യ, ഇതാണ് നിങ്ങളുടെ സമ്പത്ത് എന്ന് സ്വഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ സ്വഹാബത്ത് ചിന്തിച്ചത്, റബ്ബി എന്നെ ഏൽപ്പിച്ച പണം, ഞങ്ങളുടെ കൈകളിൽ തന്ന ആ പണം മറ്റുള്ളവർ കൊടുക്കാൻ ഞങ്ങൾ എന്തിനും അടിക്കണമെന്ന്. അതായിരുന്നു സ്വഹാബത്തിന്റെ ചിന്ത. ഞാനും എൻ്റെ കുടുംബവും എന്റെ സ്വാർത്ഥ ചിന്ത ഒരിക്കലും സ്വഹാബത്തിന്റെ ജീവിതത്തിൽ വന്നിട്ടില്ല. ആ ഒരു സ്വാർത്ഥത അവരെ പിടികൂടിയിട്ടില്ല. മുഹാജിറുകളായ ആളുകളെ അൻസ്വാറുകളായ സ്വഹാബത്തിന് ഏൽപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതാ മുഹാജിറുകൾ, നിങ്ങൾ സ്വീകരിക്കണം, അവർക്ക് നിങ്ങൾ കൊടുക്കണം. അവർ അൻസ്വാറുകളായ സ്വഹാബത്ത് പറഞ്ഞു, കൊടുക്കാം, ഞങ്ങളുടെ ജീവിതത്തിൽ എന്തും കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ്. അവർ കൊടുത്തു, ഏറ്റവും ഇഷ്ടപ്പെട്ടത് തന്നെ കൊടുത്തു, അവർ ഏറ്റവും ആഗ്രഹിച്ചതെല്ലാം അവർ കൊടുത്തു. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. ആ സ്വഹാബത്തിന്റെ ജീവിത മാതൃക, സക്കാത്തിന്റെ വിഷയത്തിൽ അവർ സ്വീകരിച്ച ജാഗ്രത, അത് പുലർത്താൻ നമുക്ക് സാധിക്കണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എന്താണ് ഇഷ്ടപ്പെടുന്നത്, അത് അള്ളാഹുവിന്റെ മാർഗം ചെലവഴിക്കുന്നത് വരെ ഒരാളും പുണ്യം പ്രാപിക്കുകയില്ല എന്ന ആയത്ത് അവർ എല്ലാവരും ചിന്തിപ്പിച്ചു. എന്നാൽ നമ്മുടെ അവസ്ഥ എന്താണ്? നമുക്ക് ജോലിയുണ്ട്, ബിസിനസ് ഉണ്ട്, കച്ചവടമുണ്ട്, പണമുണ്ട്, പറമ്പുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ആ റബ്ബിന്റെ മാർഗത്തിൽ സക്കാത്ത് കൊടുക്കാനുള്ള ഒരു മനസ്സ് മാത്രമാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. നമുക്ക് മുസ്ലിം സൊസൈറ്റിയിൽ അംഗമാകണോ, എന്നാൽ അവൻ സക്കാത്ത് കൊടുക്കണം. നമസ്കരിച്ചാൽ കൊണ്ട് മാത്രമേ സൊസൈറ്റിയിലും അംഗമാകണമെന്നില്ല. അവൻ അതോടൊപ്പം സക്കാത്ത് കൊടുക്കണം. ആ സക്കാത്ത് നമസ്കാരം പോലെ തന്നെ വളരെയധികം മർമ്മപ്രധാനമാണ്. വിശുദ്ധ ഖുർആനിലെ 32 സ്ഥലങ്ങൾ നമസ്കരിക്കാനുള്ള കൽപ്പനയുണ്ട്. അതിൽ തന്നെ 28 സ്ഥലങ്ങൾ നമസ്കാരത്തോടൊപ്പം സക്കാത്തും ഒരുമിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അഖീമുസ്സലാത്ത വആതു സക്കാ, നമസ്കരിക്കണം എന്ന് പറഞ്ഞ അതേ നിമിഷം തന്നെ സക്കാത്ത് കൊടുക്കണം. അപ്പൊ നമസ്കാരത്തിന്റെയും സക്കാത്തിന്റെയും ഇടയിൽ വേർതിരിവില്ല. റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു പറയുകയാണ്, പഠിപ്പിക്കുകയാണ്, സലാസു ആയാത്തിൻ ലം നസലത്ത് മക്റൂനാത്തിൻ ലം തുഖബൽ മിൻഹാ വാഹിദത്തുൻ ബിഗൈരി ഫരീദത്തിഹാ. അത് അദ്ദേഹം വിശദീകരിക്കാൻ, ഖുർആന്റെ 3 ആയത്തുകൾ അത് പരസ്പരം ബന്ധപ്പെട്ടുകൊണ്ടാണ് കിടക്കുന്നത്. ലാ തുഖ്ബൽ മിൻഹാ വാഹിദത്തുൻ ബിഗൈരി ഫരീദത്തിഹാ, ഒരെണ്ണം മാത്രം സ്വീകരിച്ചാൽ മറ്റേത് പൂർത്തിയാവുകയില്ല. പൂർത്തിയാകണമെങ്കിൽ രണ്ടും ഒരുപോലെ സ്വീകരിക്കണം. എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുന്നു, അത്തിഹുല്ലാഹ വ അത്തിഹുർ റസൂൽ. അതേ ഒമൻ അത്താഹല്ലാ, ആരല്ലാഹു അനുസരിക്കുന്നു, വലം യുതിർ റസൂല, റസൂൽ അനുസരിക്കുന്നില്ല എങ്കിൽ ലം തുഖ്ബൽ മിൻഹു, അല്ലാഹു അവനെ സ്വീകരിക്കുകയില്ല എന്നാണ്. ആലോചിക്കണം, നമ്മൾ അനുസരിക്കണം, അവന്റെ റസൂൽ അനുസരിക്കണം. വമൻ അത്താഹല്ലാ, ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അനുസരിക്കാൻ തയ്യാറായി, ഫലം യുതിർ റസൂല, റസൂൽ അനുസരിക്കാൻ തയ്യാറായില്ല എങ്കിൽ ലം തുഖ്ബൽ മിൻഹു, രണ്ടും അവൻ സ്വീകരിക്കുകയില്ല. വീണ്ടും അദ്ദേഹം വിശദീകരിക്കുന്നു, വമൻ സ്വല്ല ഫലം യുസക്കി ലം തുഖ്ബൽ മിൻഹു, ഒരു മനുഷ്യൻ നമസ്കരിക്കാൻ തയ്യാറാണ്, പക്ഷെ അവൻ സക്കാത്ത് കൊടുക്കുന്നില്ല എങ്കിൽ അവന് ഇത് രണ്ടും സ്വീകരിക്കുകയില്ല എന്നാണ്. അനിസ്കുറിലെ ഒരു വാലിദേക്ക, നിങ്ങൾ എന്നോട് നന്ദി കാണിക്കണം, മാതാപിതാക്കൾ നന്ദി കാണിക്കണം. ഒമൻ ശക്കറല്ല, ആരെല്ലാം നന്ദി കാണിക്കുന്നുവോ, വലമിസ്കുറിൽ വാലിദേക്ക, തന്റെ മാതാപിതാക്കൾ നന്ദി കാണിക്കുന്നില്ലെങ്കിൽ വലം യുഖ്ബൽ മിൻഹു, രണ്ടും സ്വീകരിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ സക്കാത്ത് കൊടുക്കേണ്ടതുണ്ട്. നമ്മുടെ കയ്യിൽ കൊല്ലം തികയുമ്പോൾ അത്യാവശ്യം ചിലവ് കഴിച്ച് 590 ഗ്രാം വെള്ളിക്ക് എന്ത് വില വരും ഇന്ന്, ആ വെള്ളിയുടെ വില നമ്മുടെ കൈവശമുണ്ടെങ്കിൽ നാം സക്കാത്ത് കൊടുക്കണം. ആ സംഖ്യ കൈകളിൽ വന്നാൽ അതിന്റെ ഓരോ 100 രൂപയുടെയും 2.5%, 2 രൂപ നമുക്ക് അവകാശപ്പെട്ടതല്ല. ഓരോ 1000-ന്റെയും 25 രൂപ നമുക്ക് അവകാശപ്പെട്ടതല്ല. ഓരോ 10,000-ന്റെയും 250 രൂപ നമുക്ക് അവകാശപ്പെട്ടതല്ല. ഓരോ 1,00,000-ന്റെയും 2,500 രൂപ നമുക്ക് അവകാശപ്പെട്ടതല്ല. അത് പാവങ്ങളുടെ അവകാശമാണ്. അത് കൊടുക്കുവാൻ, ഇത് എന്റെ സംഭാവനയാണ്, ഔദാര്യമാണ്, ഓശാനമാണ് എന്ന ചിന്ത നമുക്ക് ഉണ്ടാവാൻ പാടില്ല. കാരണം അത് ദാരിദ്ര്യന്റെ അവകാശമാണ്. അതേ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുദ് മിൻ അംവാലിഹിം സ്വദഖ, അവരുടെ കൈകളിൽ നിന്ന് സ്വതക്ക പിടിച്ചു വാങ്ങണം എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ആ സ്വതക്കയുടെ സക്കാത്തിന്റെ മുതൽ നമ്മുടെ മറ്റുള്ള മുതലുമായി കൂടിച്ചേർന്നാലോ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു, ഒരു മനുഷ്യൻ ധനമുണ്ട്, ആ മനുഷ്യന്റെ സക്കാത്ത് കൊടുക്കാത്ത ആ സക്കാത്തിന്റെ ധനം കൂടിക്കലർന്നാൽ അത് ദുഷിപ്പിക്കുമെന്ന് പഠിപ്പിച്ചു. മാത്രമല്ല, ഗൗരവമായി ആലോചിക്കേണ്ടത്, നമ്മൾ എല്ലാവരും റബ്ബിനെ ഓർത്ത് കൈ ഉയർത്തുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്.
റബ്ബിലേക്ക് നമ്മൾ ഉയർത്തിയ കൈകൾ തട്ടി മാറ്റും. റബ്ബി എന്താ കാരണം? സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾക്ക് സ്വീകരിക്കില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കുന്നു യാ റബ്ബി യാ റബ്ബി എന്ന് പറഞ്ഞുകൊണ്ട് വമതഅമുഹു ഹറാം വമൽബസുഹു ഹറാം വമശ്റബുഹു ഹറാം, ഇത് പറഞ്ഞാൽ വിശദീകരിക്കുന്ന ഹദീസല്ലേ, എപ്പോഴും കേൾക്കുന്ന ഹദീസ്. അതേ ഒരു മനുഷ്യൻ യാ റബ്ബ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്ഷണം, കഴിക്കുന്ന ഭക്ഷണം ഹറാമാണ്, അവൻ ധരിച്ചിട്ടുള്ള വസ്ത്രം ഹറാമിലാണ്, അവൻ കുടിക്കുന്ന പാനീയം ഹറാമിലാണ്, അവനെ തളച്ചിട്ടിരിക്കുന്നത് ഹറാമിലാണ്, ഊട്ടപ്പെട്ടിരിക്കുന്നത് ഹറാമിലാണ്. പിന്നെ എങ്ങനെ അവന്റെ പ്രാർത്ഥനയ്ക്ക് അല്ലാഹു ഉത്തരം കൊടുക്കും? അന്യന്റെ സമ്പത്ത് സക്കാത്ത് മുതൽ കൊടുക്കാതെ നാം ചെലവഴിച്ചാൽ അതുവഴി നമ്മുടെ പ്രാർത്ഥന സ്വീകരിക്കില്ല. ഈ വിഷയത്തിന്റെ ഗൗരവം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം എന്ന് പ്രത്യേകമായി ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, പല ആളുകൾക്കും എത്ര പറഞ്ഞാലും ഈ വിഷയത്തിൽ സംശയം തീരാറില്ല. എത്ര വിശദീകരിച്ചാലും ഇത് കൊടുക്കാൻ മടിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും. അത്തരം ആളുകളോട് ഖുർആൻ പറയുന്ന വാചകം എന്താണ്? വല്ലദീന യക്നിസൂന ദഹബ വൽ ഫിദ്ദത വലാ യുൻഫിഖൂനഹാ ഫീ സബീലില്ലാഹ്. സ്വർണം വെള്ളിയും കൂമ്പാരമായി ശേഖരിച്ചു വെക്കുകയും അത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫബശ്ശിർഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചത്. പ്രിയമുള്ളവരെ, നാം ഇന്ന് ധരിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ വസ്ത്രം, ആ വസ്ത്രം എങ്ങോട്ടൊക്കെ ഇറങ്ങിപ്പോകുമ്പോൾ നമ്മൾ ഇസ്തിരി ഇടാറുണ്ട് അല്ലേ? ഇസ്തിരി ഇട്ട ആ വസ്ത്രം അല്ലെ, അതിന്റെ ചൂട് നമുക്കറിയാം. ആ ഇസ്തിരിയുടെ ചൂട് നമ്മുടെ കയ്യെങ്ങാനും അബദ്ധത്തിൽ സ്പർശിച്ചാൽ നമുക്കറിയാം അതിന്റെ വേദന. ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട് സക്കാത്ത് കൊടുക്കാതെ ധനം ശേഖരിച്ചു വെക്കുന്ന ആളുകൾ അത് മുഴുവനും എന്താക്കും? ഹീലുകളാക്കി, ചെമ്പിന്റെ തകിടുകളാക്കി, അതുകൊണ്ട് എന്താ അവന്റെ മുതുകത്തും അവന്റെ പാർശ്വങ്ങളും അവന്റെ നെറ്റിത്തടങ്ങളും അല്ലാഹു ചെയ്യും അതിങ്ങനെ ചൂട് വെക്കും. അതേ ധനം കൊണ്ട് ഇസ്തിരി വെക്കും എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നു. എന്താ പറഞ്ഞത്? ഹാദാമാ കനസ്തും ലിഅൻഫുസിക്കും, ഈ നിങ്ങൾ സമ്പാദിച്ച ധനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചൂട് വെക്കും എന്ന് പഠിപ്പിക്കുന്നു. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു, ഒരു മനുഷ്യൻ സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ അവരിൽ മഴ വർഷിക്കുകയില്ല. ഞാൻ ചുരുക്കി പറയട്ടെ, മഴ വർഷിക്കുകയില്ല എന്ന്. അപ്പോൾ ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്നിട്ടും മഴ ലഭിക്കുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു ലൗലൽ ബഹായിമു ലം യുംതിർ, അതേ ഈ ലോകത്ത് മറ്റ് ജീവജാലങ്ങൾ ഉണ്ടായിരുന്നില്ല എങ്കിൽ, ഈ ലോകത്ത് മറ്റ് ജീവജാലങ്ങൾ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് മഴ ലഭിക്കുമായിരുന്നില്ല. പ്രിയപ്പെട്ടവരെ, ഇവിടെ പാവപ്പെട്ടവരെ, അതേപോലെ തന്നെ പക്ഷിമൃഗാദികളും മറ്റ് ജീവജാലങ്ങളും ഉണ്ടായത് കൊണ്ടാണ് നമ്മളൊക്കെ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതല്ലെങ്കിൽ നമുക്ക് പോലും മഴ ലഭിക്കുകയില്ല. ക്ഷാമവർഷമായിരിക്കും. സക്കാത്ത് കൊടുക്കാത്തവർ ഈ ലോകത്തുണ്ടെങ്കിൽ മഴ പോലും ലഭിക്കുകയില്ല. മറ്റുള്ള ജീവജാലങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമുക്ക് മഴ ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, നാം ഏറെ കരുതലോടുകൂടി ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇവിടെ സ്വാഭാവികമായ ഒരു ചിന്ത കടന്നു വരാം. നമ്മൾ പകലന്തിയോളം കഷ്ടപ്പെട്ട് സമ്പാദിച്ച എന്താണ് അഹോരാത്രം പണിയെടുത്ത് സമ്പാദിച്ച നമ്മുടെ സമ്പത്ത്, പ്രയാസപ്പെട്ട് സഹിച്ചുണ്ടാക്കിയ നമ്മുടെ സമ്പത്ത് മറ്റുള്ളവർ കൊടുക്കുകയോ? എന്നാൽ സ്വാഭാവികമായും പ്രയാസമുണ്ടാവാം. ഇവിടെയാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് ആതുഹും മാലില്ലാഹില്ലദീ ആതാക്കും, സമ്പത്ത് അത് ഞാനാണ് നിങ്ങൾക്ക് നൽകിയത്, ഞാൻ നൽകിയ സമ്പത്തിൽ നിന്നാണ് നൽകാൻ പറഞ്ഞത്. അതിനാൽ ഞാൻ ചെലവഴിക്കാൻ പറയുമ്പോൾ നിങ്ങൾക്ക് പ്രയാസമുണ്ടാവേണ്ടതില്ല. കാരണം റബ്ബ് നമുക്ക് തന്നതാണ്. നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരോഗ്യം നൽകി, സമയം നൽകി, വിദ്യാഭ്യാസം നൽകി, കഴിവ് നൽകി, എല്ലാവിധ ഇതൊക്കെ അല്ലാഹ് തന്നതാണ്. അല്ലാഹ് തന്ന ആ കഴിവ് കൊണ്ടാണ് നമ്മൾ സമ്പാദിച്ചത്. അത് റബ്ബ് തന്ന സമ്പാദ്യമാണ്. അത് ചില ആളുകളെ ഏൽപ്പിച്ചു. അതവൻ എത്രമാത്രം അല്ലാഹുവിന്റെ മാർഗ്ഗം ചെലവഴിക്കൊണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഏൽപ്പിക്കപ്പെട്ടതാണ്. അതെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീണത് ശൂന്യമായ കൈകളുമായിട്ടാണ്. നിങ്ങൾ താമസിക്കുന്ന വീടും ഭക്ഷണവും വെള്ളവും വസ്ത്രവും എല്ലാം എന്റേതാണ്. ആ ധനത്തിൽ നിന്നാണ് സക്കാത്ത് നൽകാൻ റബ്ബ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഞാൻ ഉണ്ടാക്കിയ മുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കരിക്കാൻ യാതൊരു വകുപ്പുമില്ല. അങ്ങനെ അഹങ്കരിച്ചവരൊക്കെ അല്ലാഹു ഭൂമിന്റെ അടിയിലേക്ക് താത്തിയിട്ടുണ്ട്. അത് വിശ്വാസികൾ നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്. ഒരിക്കലും കൊടുത്താൽ കുറയുന്ന പേടി വിശ്വാസിക്ക് ഉണ്ടാവേണ്ടതില്ല. അങ്ങനെ കുറഞ്ഞു പോയ ചരിത്രം ലോകത്ത് കാണിക്കാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, പറയാണ്, ഒരു മനുഷ്യൻ അവന്റെ ധനം സക്കാത്ത് കൊടുത്തതിന്റെ പേരിൽ ഒരിക്കലും കുറഞ്ഞു പോവുകയില്ല. അതുകൊണ്ട് നമുക്ക് ധനമുണ്ടെങ്കിൽ, ശമ്പളമുണ്ടെങ്കിൽ, സ്വർണവും വെള്ളിയും ഉണ്ടെങ്കിൽ, സമ്പത്തും കാർഷിക സമ്പത്തും ഉണ്ടെങ്കിൽ, കച്ചവട സമ്പത്തുണ്ടെങ്കിൽ എല്ലാത്തിനും അതിന്റെ സന്ദർഭം അനുസരിച്ച് എന്ത് ചെയ്യണം?
തോതനുസരിച്ച് കണക്കാക്കി സക്കാത്ത് കൊടുക്കണം. കൊടുത്തില്ലെങ്കിലോ എന്ന ചിന്ത കടന്നു വരുന്നുവെങ്കിൽ അവരോട് പറയാനുള്ളത് പടച്ച തമ്പുരാനുമായി നിങ്ങൾ ഒരിക്കലും മത്സരിക്കരുത് എന്ന് മാത്രമാണ് പ്രിയപ്പെട്ടവരെ. കാരണം ഇന്നലകളുടെ ചരിത്രത്തിൽ ആ ചിന്തയോടുകൂടി മത്സരിച്ചവർ അവരല്ലാഹു എന്ത് ചെയ്തു എന്ന് നമുക്കറിയാം. അവർ ഇന്ന് മണ്ണറയിലാണ്, ചവറ്റുകൊട്ടയിലാണ്. അവരെ തൂത്തെറിഞ്ഞു റബ്ബ്. അതിനാൽ ഈ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കി കൃത്യമായ അതിന്റെ അവകാശികളെ കണ്ടെത്തി കൃത്യമായി നടപ്പിലാക്കാൻ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാനിലെ ദിനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ആ റമദാൻ നമുക്ക് ധന്യമായി തീരണമെങ്കിൽ ഇസ്ലാമിലെ പഞ്ചസ്തംഭമായ സക്കാത്ത് പരിപൂർണമായി നമ്മൾ നടപ്പിലാക്കേണ്ടത്. കാരണം സക്കാത്ത് കഴിഞ്ഞിട്ടാണ് നോമ്പ്. നമ്മൾ നേരെ നമസ്കാരം നോമ്പിലേക്ക് അടിച്ചാടി, പക്ഷെ സക്കാത്തിൽ അവഗണിച്ചു എങ്കിൽ കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക നിയമങ്ങളിൽ സക്കാത്ത് എന്നത് മൂന്നാമത്തേതാണ്. അത് കഴിഞ്ഞാണ് റമദാൻ എണ്ണിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ വിഷയത്തിൽ പരിപൂർണത പ്രാപിച്ചു കൊണ്ടായിരിക്കണം നാം വിശുദ്ധ റമദാനോട് വിട പറയേണ്ടത് എന്ന് സൂചിപ്പിക്കുകയാണ് ഇൻഷാ അല്ലാഹ്. ഇവിടെ എന്തിനാണ് നമ്മൾ സക്കാത്ത് നൽകുന്നത്? ഇസ്ലാം അതിന് കൃത്യമായ മറുപടി നൽകുന്നുണ്ട്. അത് വിമോചനത്തിനാണ്, വിശുദ്ധിക്കാണ്. വിമോചനം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ നരക വിമോചനമാണ്. മനുഷ്യൻ സക്കാത്ത് കൊടുക്കാതിരുന്നാൽ അവൻ കത്തിയാൽ നരകത്തിലാണ്. ആ തീ എന്നുള്ള വിമോചനമാണ് പ്രധാനം. നാം എന്തിൽ സക്കാത്ത് കൊടുക്കുന്നു എന്നുള്ളത് മറുപടി നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കുക എന്നുള്ളതാണ്. ഞാൻ എന്റേത് എന്നുള്ള മനുഷ്യന്റെ മനസ്സിൽ നിന്നുള്ള ആ ചിന്തയെ ഇല്ലാതാക്കുന്ന മോചനം. നമ്മുടെ സക്കാത്ത് വാങ്ങുന്ന വ്യക്തി അവൾ ദാരിദ്ര്യത്തിൽ നിന്നും പ്രയാസത്തിൽ നിന്നും മോചനം ലഭിക്കുന്നു എന്നുള്ളതാണ്. അതിനാൽ സക്കാത്ത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ജീവിതത്തിന്റെ വിമോചനത്തിനാണ്. രണ്ടാമതായി തുതഹിറുഹും വതുസക്കിഹിം ബിഹാ. അതെ, രണ്ടാമതായി സക്കാത്തിന്റെ ലക്ഷ്യം എന്താ? രണ്ടാമത്തെ ലക്ഷ്യം ശുദ്ധീകരണമാണ്. സമ്പത്ത് ശുദ്ധീകരിക്കുക, നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുകയാണ്. സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട നമ്മുടെ സമ്പത്ത് ചെലവ് കഴിഞ്ഞ് മിച്ചമായിട്ട് ഒരുപാട് സമ്പത്ത് ഉണ്ടായിട്ടും സക്കാത്ത് കൊടുത്തില്ല എങ്കിൽ ആ സമ്പത്ത് നമ്മൾ ഏതുപോലെയാണ്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മുടെ വസ്ത്രവും നമ്മുടെ മറ്റു എല്ലാം ഒരുക്കിയുള്ളതൊക്കെ ഹറാമിലാണ് ഊട്ടപ്പെട്ട അവസ്ഥയായിരിക്കും. അതുകൊണ്ട് തന്നെ ആ റബ്ബിനോട് പിന്നെ എങ്ങനെ പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല സഹോദരങ്ങൾ. അതുകൊണ്ട് രണ്ടാമത്തെ ലക്ഷ്യം നമ്മുടെ സമ്പത്തിന്റെ ശുദ്ധീകരണമാണ്. ശുദ്ധീകരണം എന്ന് പറയുമ്പോൾ ആദ്യമായി അത് ധനത്തെ ശുദ്ധീകരിക്കുന്നു. ആ വാക്കിന്റെ അർത്ഥം തന്നെ ശുദ്ധീകരണം എന്നാണ്. സക്കാത്ത് കൊടുക്കുന്നവൻ അതിലൂടെ തന്റെ സമ്പത്തിനെ ശുദ്ധീകരിക്കുന്നു. രണ്ടാമതായി മനസ്സിന്റെ ശുദ്ധീകരണമാണ്. മനസ്സുകൾക്ക് ബാധിക്കുന്ന ഒരുപാട് രോഗങ്ങൾക്ക്, അഥവാ പിശുക്ക്, അത്യാർത്തി, അതുപോലെയുള്ള സ്വാർത്ഥതയുടെ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് മനസ്സിന് മോചനം നൽകാൻ, ശുദ്ധി നൽകാൻ സക്കാത്തിന് സാധിക്കും. ഇതിനാണ് നമ്മൾ സക്കാത്ത് കൊടുക്കുന്നത്. പലപ്പോഴും നമ്മുടെ മനസ്സിനെ ബാധിക്കുന്നത് അത്യാർത്തിയും ഞാൻ എന്ന ഭാവവും എത്ര കിട്ടിയാലും മതിവരാത്ത മനസ്ഥിതിയുമാണ്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഇൽമിൻ ലാ യൻഫഉ വമിൻ ഖൽബിൻ ലാ യഖ്ശഉ വമിൻ നഫ്സിൻ ലാ തസും. മതിവരാത്ത മനസ്സിന് ഇനി എനിക്ക് നൽകല റബ്ബേ എന്ന്, അഥവാ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥന വരെ വെച്ച് നബി ചോദിക്കുന്നുണ്ട് ആ ദുആയിൽ. ഉണ്ടോ? വദഅവത്തില്ലാ ഇസ്തജാബു ലഹാ. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനയെ കുറിച്ച് എന്നോട് ചോദിക്കുന്നു വരെ പറയാറുണ്ട്. അത് അതിൽ പറഞ്ഞ വാക്കെന്താ? ഒമിൻ നഫ്സില്ലാ തസ്ബ. മതിവരാത്ത മനസ്സിലേക്ക് നൽകല്ല തമ്പുരാന്. നീ എന്ത് തന്നാലും തൃപ്തിപ്പെടുന്ന മനസ്സായിരിക്കണം പടച്ചവൻ തരേണ്ടത് എന്നാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്. ഈ പ്രാർത്ഥന നടത്താൻ നമ്മോടും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് നാം മനസ്സിലാക്കുക. ആ സക്കാത്ത് കൊടുക്കുന്ന മനുഷ്യരിൽ നിന്ന് ഈ അത്യാർത്തി നീങ്ങണം എന്നുള്ളത് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നു. ഇനി എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? അതും ആളുകൾക്ക് ഭയങ്കര സംശയം. എങ്ങനെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്? ഒരാൾക്ക് ഡ്രൈവിംഗ് അറിയാം, പക്ഷെ വാഹനം വാങ്ങാൻ ആൾക്ക് പൈസ അല്ല. ആൾക്ക് വാഹനം വാങ്ങി കൊടുക്കാം. അത് അവന്റെ ജീവിതത്തിന് ഉപാധിയായി മാറും. കച്ചവടം നടത്താൻ അറിയുന്ന ആൾക്ക് അതിന്റെ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുന്ന തോത്, അതോടുകൂടി അയാൾ സ്വയം പര്യാപ്തനായി തീരും. രോഗികളെ സഹായിക്കുക, ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ എന്താണ്? അതേപോലെ തന്നെ കടമുള്ളവരെ കടം വീട്ടുക, പ്രയാസം നീക്കി കൊടുക്കുക. മനസ്സിലാണ്ടോ? ഇങ്ങനെ ഡ്രൈവിംഗ് വണ്ടി വാങ്ങിക്കൊടുക്കുക, അതുപോലെ തന്നെ ഉപകരണങ്ങൾ വാങ്ങിക്കൊടുക്കുകയാണെങ്കിലോ ഓരോ വർഷം കഴിയുമ്പോൾ അവർക്ക് സക്കാത്ത് നല്ല ലാഭം കിട്ടി അവർ പിറ്റത്തെ കൊല്ലം സക്കാത്ത് തരുന്ന അവസ്ഥ ഉണ്ടാവും. അടുത്ത കൊല്ലം അവർക്ക് സക്കാത്ത് കൊടുക്കില്ല. അവർ പിന്നെ പിറ്റത്തെ കൊല്ലം ഉണ്ടാവും. 4 വർഷം മുമ്പ് ഒരാൾക്ക് ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുത്തതാണ്. അയാള് ഈ റമദാനിൽ ഒരു ആദർശ പ്രബോധന മേഖലയിൽ സംഘടനക്ക് വേണ്ടിയും അതോടൊപ്പം തന്നെ പറയാ എന്താണ് ജാമ്യന്റെ കറക്ഷന് വേണ്ടിയും അതുപോലെ കോളേജിന്റെ കറക്ഷന് വേണ്ടിയും
അതേപോലെ തന്നെ മറ്റ് ദാവാ രംഗത്തിന് വേണ്ടിയും ഒക്കെ അദ്ദേഹത്തിന് സക്കാത്തിന്റെ കായ് കൊണ്ടുവന്നു തരുന്ന അവസ്ഥ ഈ വർഷമുണ്ടായി എന്ന് പറയുന്നതാണ് ഞാൻ കേട്ടു. നോക്കൂ നിങ്ങൾ. അപ്പൊ ഇതാണ് അടുത്ത വർഷം അവൻ സമ്പാദിച്ചതിൽ നിന്ന് അവൻ സക്കാത്ത് കൊടുക്കുന്ന അവസ്ഥ ഉണ്ടാവും. അത്രമാത്രം പ്രൗഢവും അതേപോലെ തന്നെ സുതാര്യവുമാണ് നമ്മുടെ സക്കാത്ത്. പക്ഷെ ഇന്ന് ഇല്ലാത്തവന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുക്കുന്ന 50ന്റെ 100 നോട്ടുകളായി സക്കാത്ത് അതപ്പതിച്ചിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് സക്കാത്ത് കൃത്യമായി തീരണമെങ്കിൽ അത് കൃത്യമായി ശേഖരിച്ച് അത് ശേഖരിക്കാനും സംഭരിക്കാനും ഒരു കമ്മിറ്റി വേണം. കമ്മിറ്റി ഇല്ല എങ്കിൽ അതിനോട് താല്പര്യം നമ്മളെ 3-4 ആളുകളെ കൂടി ചേർന്ന് നടപ്പിലാക്കണം. അത് വിശുദ്ധ ഖുർആൻ അങ്ങനെ ഒരു ആയത്ത് തന്നെ ഉണ്ട്. എന്താണ്? സക്കാത്തിന്റെ 8 അവകാശങ്ങളെ പറ്റി പറഞ്ഞത്. സക്കാത്ത് വാങ്ങാൻ അർഹതപ്പെട്ട 8 അവകാശങ്ങളെ പറ്റി വിവരിക്കുന്ന ആയത്തിൽ തന്നെ അതിലൊരു വിഭാഗം ആരാ? ആമിൽ തൊഴിലാളികളാണ്. തൊഴിലാളി എന്ന് പറയുന്ന വിഭാഗമാണ്. ഈ സക്കാത്ത് സംഭരിക്കുകയും ശേഖരിക്കുകയും വിതരണം നടത്തുകയും ചെയ്യേണ്ടവരാണവർ. അതുകൊണ്ടാണ് സക്കാത്തിന് പണിയെടുക്കുന്ന ആൾ ഉണ്ടാവണം എന്ന് പറഞ്ഞ സംഭരണം വിതരണം ഉണ്ടാവണം. എന്നാൽ ദുഃഖകരം എന്ന് പറയട്ടെ, സക്കാത്ത് ഇന്ന് ചക്കാത്തായി മാറിയിട്ടുണ്ട്. ധനികൻ പാവപ്പെട്ടവന്റെ മുമ്പിൽ എറിഞ്ഞു കൊടുക്കുന്ന നാണയത്തുട്ടുകളായി ഇന്ന് അതപ്പതിച്ചിരിക്കുന്നു. അതുകൊണ്ട് ധനികന്റെ മുമ്പിൽ ഇറന്നു വാങ്ങുന്ന പാവങ്ങളുടെ ക്യൂ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ഉന്തിലും തിരക്കിലും പെട്ട് മരണപ്പെട്ടവരുടെ വാർത്ത നമുക്ക് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരം ദുരവസ്ഥകളില്ലാത്ത രൂപത്തിൽ അതിന്റെ ആളുകളെ കണ്ടെത്താനും സംഭരിക്കാനും വിതരണം ചെയ്യാനും നാം മുന്നോട്ട് വരികയും കമ്മിറ്റി ഉണ്ടാക്കാനും നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ. ഇനി എന്താ ഇതിന്റെ പ്രത്യേകത? ഇതെന്താണ് ഇതിന്റെ പ്രത്യേകത? നോക്കൂ നിങ്ങള്, വലത് കൈ കൊടുത്തത് ഇടത് കൈ അറിയാത്ത സ്വഭാവമുണ്ട്, രൂപമുണ്ട്. ഞാനാണ് നിനക്ക് സക്കാത്ത് തന്നത് എന്ന ഞാൻ ഭാവം ഇല്ലാത്ത ഒരു പരസ്യമാവാത്ത രൂപത്തിൽ ഇത്തരം സംവിധാനങ്ങളിലൂടെ ഈ സക്കാത്ത് കമ്മിറ്റികളുടെ അത് ഭംഗിയായി നമുക്ക് നടത്താൻ സാധിക്കും. ഇസ്ലാമിലെ സക്കാത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ഏതെങ്കിലും തരത്തിലുള്ള ആശയമല്ല, മനസ്സിലാവാത്ത പ്രാവർത്തികമാക്കാനാവാത്ത ആശയമല്ല ഇസ്ലാമിലെ സക്കാത്ത് എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസ കാലഘട്ടത്തില് ദാരിദ്ര്യത്തെ തുടച്ചു നീക്കാൻ സക്കാത്തിലൂടെ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഉമർ ഫാറൂഖ് എന്ന ഭരണകാലഘട്ടത്തിൽ നമുക്ക് കാണാം, യമനിലെ ഗവർണറായ മുആദ് റളിയല്ലാഹുവിന്റെ അടുക്കലേക്ക് സക്കാത്തിന്റെ മുതൽ അയച്ചു കൊടുത്തു. പക്ഷേ മുആദ് റളിയല്ലാഹു തിരിച്ചയക്കുകയാണ് ചെയ്തത്. എന്നിട്ട് തലസ്ഥാനമായ നഗറിലേക്ക് തിരിച്ചയച്ചു. ഉമർ ഖാൻ അദ്ദേഹത്തിനോട് കത്തയച്ചു കൊണ്ട് ചോദിച്ചു, എന്താ ഇത് ആ നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ വേണ്ടിയാണ് അയച്ചത് എന്ന് പറഞ്ഞപ്പോ പുറത്തു അല ബുക്കറായും ആ പാട്ടവർക്ക് കൊടുക്കാൻ വേണ്ടി എന്ന് പറഞ്ഞപ്പോ എന്തിനാണ് തിരിച്ചയച്ചെന്ന് ചോദിച്ചത്. അദ്ദേഹത്തിന് മറുപടി വല അനല അജിദു മല്ലായഹുദുമിന്നി, എന്നിൽ നിന്ന് ഈ സക്കാത്ത് സ്വീകരിക്കുന്ന ഒരൊറ്റ മനുഷ്യരെ പോലും ഞാൻ ഈ നാട്ടിൽ കണ്ടിട്ടില്ല. സുബ്ഹാനല്ലാഹ്. അപ്പൊ സക്കാത്ത് എന്ന് പറയുന്ന ഈ സംഗതി കൃത്യമായി നമ്മൾ നടപ്പാക്കാൻ ശ്രമിച്ചാൽ അത് അള്ളാഹുവിന്റെ വല്ലാത്തൊരു തൗഫീഖ് തന്നെയാണ്. ആ ലോകത്ത്, ആ രാജ്യത്ത്, ഞാൻ എന്ന് പറയട്ടെ, ഇന്ന് കേരളത്തിലെ മുസ്ലിങ്ങളുടെ മൊത്തം സ്വർണ്ണാഭരണം സമ്പത്ത് മാത്രം സക്കാത്തിൻ്റെത് മാത്രം ശേഖരിച്ചാൽ തന്നെ ഇന്ത്യ രാജ്യം മൊത്തം വിലക്കെടുത്ത് വാങ്ങാനുള്ള മുതല് ഇന്ന് മുസ്ലിങ്ങളുടെ കയ്യിലുണ്ട്. പ്രിയപ്പെട്ടവരെ, നിസ്സാരമായ സംഗതിയല്ല ഞാൻ സൂചിപ്പിച്ചത്. കേരളത്തിലെ മാത്രം മുസ്ലിങ്ങളുടെ കയ്യിലുള്ള സമ്പത്ത് അത് ശേഖരിച്ച് മൊത്തം കണക്കൂട്ടി സക്കാത്ത് മുതൽ കൊടുക്കുകയാണെങ്കിൽ ആ മുതൽ കൊണ്ട് ഇന്ത്യ മഹാരാജ്യം മൊത്തം വിലക്കെടുത്ത് വാങ്ങാനുള്ള സമ്പത്തുണ്ട് എന്ന് പറയുമ്പോൾ ഈ സക്കാത്ത് എവിടെ പോയി? ആരെന്താ കൊടുക്കാത്തത്? എന്താ? വിശ്വാസികളെ നാം തിരിച്ചറിയേണ്ടത്. അതെ, അത്രമാത്രം എന്നിൽ നിന്ന് സക്കാത്ത് സ്വീകരിക്കാനുള്ള ഒരൊറ്റ മനുഷ്യരെ പോലും ഞാൻ കണ്ടിട്ടില്ലായിരുന്നു മാധവാനെ പറയണമെങ്കിൽ അത്രമാത്രം സക്കാത്തിന്റെ നിർവഹണത്തിലൂടെ ദാരിദ്ര്യം ഇല്ലാതാക്കിയ ചരിത്രമാണ് ഇസ്ലാമിന് പറയാനുള്ളത്. മാത്രമല്ല ഉമർ അബ്ദുൽ അസീസ് റളിയല്ലാഹു ഭരണകാലത്ത് ഇറാഖിലെ ഗവർണറായ അബ്ദുൽ ഹമീദ് അദ്ദേഹത്തിന് കത്തെഴുതുകയാണ്. ബൈത്തുൽ മാൽ ധനം കുമിഞ്ഞു കൂടുന്നു, ധനം വെക്കാൻ സ്ഥലമില്ലാതായിരിക്കുന്നു, സക്കാത്തിന് മുതൽ വെക്കാൻ ബൈത്തുൽ മാൽ സ്ഥലമില്ല, പണം വന്നുകൊണ്ടിരിക്കുന്നു, നാട്ടിലുള്ളവരുടെ കടം ഇതാ വീട്ടിയിരിക്കുന്നു, എല്ലാവരുടെയും പ്രയാസം നീക്കിയിരിക്കുന്നു, സഹായിച്ചിരിക്കുന്നു, എല്ലാവർക്കും സമ്പത്ത് നൽകിയിട്ടും സക്കാത്തിന് മുതൽ ഇതാ കുമിഞ്ഞു കൂടിയിരിക്കുന്നു, ബാക്കിയായിരിക്കുന്നു എന്ന ഇസ്ലാമിന്റെ ചരിത്രം നമ്മൾ അറിയണം. ഇത് കെട്ടുകഥയല്ല, ഏതെങ്കിലും പുരാണം പറയലല്ല, ഉട്ടോപ്യൻ ആശയങ്ങളല്ല. ആ സക്കാത്ത് കൃത്യമായി ഏതൊക്കെ കാലഘട്ടത്തിൽ നടത്തിയിട്ടുണ്ടോ അവിടെയെല്ലാം ദാരിദ്ര്യം ഇല്ലാതാക്കാനും റബ്ബിന്റെ അനുഗ്രഹം ബറക്കത്തും ഉണ്ടാവാനും എന്താണ് ബറക്കത്തും ഉണ്ടായിട്ടുണ്ട് എന്ന് ഇന്നലകളുടെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും കാണാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോട് ഉണർത്താനുള്ളത്, നാം ആലോചിക്കുക, നാം അവസാനമായി എന്നാണ് സക്കാത്ത് കൊടുത്തത്. നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ആലോചിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്,
ഈ ഇനി ഒരു നബിയോ ഒരു ആയത്തോ ഇറങ്ങാനില്ല. സക്കാത്തിന് പ്രാധാന്യം വിശദീകരിച്ചുകൊണ്ട് ഒരു ആയത്ത് ഇറങ്ങാനില്ല. ഇനി ഇത് പറഞ്ഞു തരാൻ ഒരു നബിയും വരാനില്ല. ഇനി ഇനി ഇതിനെതിരെ വാളെടുക്കാൻ ഒരു അബൂബക്കർ സിദ്ദീഖുമാരും വരാനില്ല സഹോദരങ്ങളെ. അതുകൊണ്ട് അതുകൊണ്ട് എത്ര പറഞ്ഞാലും എത്ര വിശദീകരിച്ചാലും ഏതെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചാലും അങ്ങനെ ഭാവിക്കുന്നത് ഉണ്ട് എങ്കിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു യൗമൽ ഖിയാമത്തി സുജാൻ അഖറബു ലഹു സബീബത്താൻ. എത്രമാത്രം വിശദീകരിച്ചിട്ടും അതിന്റെ പ്രാധാന്യം ഒരുപാട് തവണ കേട്ടിട്ടും ന്യായീകരിക്കുന്ന ആളുകൾ, എന്നാൽ അവർക്ക് ഖിയാമത്ത് നാളിൽ 2 ഉണക്കമുന്തിരിയുടെ സമാനമായ കണ്ണുകളുടെ സർപ്പത്തെ പടച്ച തമ്പുരാൻ ഏർപ്പെടുത്തി കൊടുക്കും. സുമ്മ യഹുദു ഉഖബതൈഹി, പിന്നീട് അവന്റെ കഴുത്തിൽ ചുറ്റിക്കടന്നുകൊണ്ട് ആഞ്ഞു കൊത്തും. അത് ആഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കും. ആ സമയത്ത് ആ പാമ്പ് വിളിച്ചു പറയുന്ന വാചകം അനമാലുക വ അനകൻസുക, ഞാനാ നിന്റെ ധനം, ഞാനാ നിന്റെ സക്കാത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നാം പുനർവിചിന്തനം നടത്തുക, തയ്യാറാവുക, പരിശോധിക്കുക, അവകാശികളെ കണ്ടെത്തി ആ സക്കാത്തിന്റെ വിഹിതം കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുക, ധനം ശുദ്ധീകരിച്ചുകൊണ്ട് മുന്നേറാൻ നാം പരിശ്രമിക്കുക. അങ്ങനെ നമ്മുടെ സമ്പത്ത് ശുദ്ധീകരിക്കുന്ന മേഖല നാം കൃത്യമാക്കാൻ ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇനി എങ്ങനെയാണ് സക്കാത്ത് കണക്ക് കൂട്ടുക? തന്റെ കൈവശമുള്ള കറൻസി, തന്റെ അക്കൗണ്ടിലുള്ള പണം ബാലൻസ് ഉള്ളത്, തന്റെ കൈവശമുള്ള കച്ചവട വസ്തുക്കളെ ഇപ്പോഴുള്ള വില, ഇവയെല്ലാം കൂട്ടിയ ശേഷം കിട്ടുന്ന ആകെ തുകയുടെ 2.5% സക്കാത്തായി കൊടുക്കേണ്ടത്. സക്കാത്ത് കണക്ക് കൂട്ടുന്ന സമയത്ത് കൈവശം എത്രയുണ്ടോ അത് മാത്രമേ പരിഗണിക്കപ്പെടുന്നുള്ളൂ. ചെലവായി പോയത് കണക്കാക്കേണ്ടതില്ല. അഥവാ ശമ്പളം, വാടക, ലാഭം, കൈവശമുള്ള കച്ചവട വസ്തുക്കള് തുടങ്ങി തന്റെ കയ്യിലേക്ക് വരുന്ന കറൻസിയും കച്ചവട വസ്തുക്കളെല്ലാം ഒരു സക്കാത്ത് അക്കൗണ്ടിലാണ് വീണതെന്ന് സങ്കല്പിക്കുക. ഓരോരോ ഹിജ്റ വർഷം പൂർത്തിയാകുമ്പോഴും എന്റെ സക്കാത്ത് അക്കൗണ്ടിൽ എത്ര തുകയുണ്ട് അതിന്റെ 2.5% സക്കാത്ത് നൽകുക. ചെലവായി പോയ സംഖ്യ പരിഗണിക്കേണ്ടതില്ല. ഇതാണ് സക്കാത്ത് കണക്ക് കൂട്ടേണ്ടുന്ന ശരിയായ ഇതും ഏറ്റവും എളുപ്പമുള്ളതുമായ രീതി. ഒന്നുകൂടി വ്യക്തമായി പറയാം. കയ്യിലുള്ള തുകയുടെ 2.5% എങ്ങനെ കണ്ടെത്താം? 2.5% കണ്ടെത്താൻ ആകെ കണക്ക് കൂട്ട് ലഭിക്കുന്ന തുകയെ 40 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ നമുക്ക് ആ സംഖ്യ കിട്ടും. അതുകൊണ്ട് ഒരു നിലക്കും നമ്മുടെ കയ്യിൽ സക്കാത്തിന് മുതലുണ്ട് എങ്കിൽ അത് കൃത്യമായി കൊടുക്കാൻ നാം ഏറെ ശ്രദ്ധ വെക്കുക. 10.5 പവൻ ഉണ്ട് എങ്കിൽ ആ 10.5 പവൻ നിസാബാണ്, കൃത്യമായ ഒരു അളവാണ്. അതുള്ള ആളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ഓരോ പവനും കൃത്യമായി സക്കാത്ത് കൊടുത്തിരിക്കണം. ഇന്ന് അങ്ങനെ ഒരു 10.5 പവനുള്ള ആളെ സംബന്ധിച്ചിടത്തോളം 34,000 സക്കാത്തായി കൊടുക്കേണ്ടി വരും വർഷത്തിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ നമ്മുടെ വീടുകളിൽ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക, സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ആഭരണത്തിന്റെ സക്കാത്ത്, സ്വർണത്തിന്റെ സക്കാത്ത്, വെള്ളിയുടെ സക്കാത്ത്, അതേപോലെ ബാങ്ക് ബാലൻസ്, അക്കൗണ്ടിലുള്ളത്, അങ്ങനെ അങ്ങനെ ഒട്ടനവധി സംഖ്യ നമ്മുടെ കയ്യിലുണ്ട്. എല്ലാം കൂടി കൂട്ടിയിട്ട് കൊത്തം വരുന്നതിന് 2.5% ചെലവ് കഴിച്ച് ബാക്കി വരുന്ന 2.5%മാണ് നമ്മൾ സക്കാത്തായി കൊടുക്കേണ്ടത്. കൊടുക്കാൻ വേണ്ടി നാം മനസ്സ് വെക്കുക. ഇനി നമ്മൾ മത്സരിക്കുന്നുവെങ്കിൽ തന്നെ റബ്ബിനോടാണ് മത്സരിക്കുന്നത്, തന്നെ തന്നെയാണ് ചതിൽ കൊണ്ടുപോയി ചാടിക്കുന്നത്. അതുകൊണ്ട് തന്നെ അല്ലാഹു പറഞ്ഞു അവർക്ക് വേദനയേറെ ശിക്ഷയുണ്ട് എന്നാണ് ഖുർആൻ പറഞ്ഞത്. ആ ശിക്ഷ സന്തോഷ വാർത്ത പറഞ്ഞുകൊണ്ട് നമ്മളെ കളിയാക്കിക്കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ നാം മനസ്സിലാക്കണം, ആ അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിൽ നമുക്ക് ഒരുപാട് തന്നിട്ട് ആ റബ്ബിന്റെ മാർഗ്ഗത്തിൽ കൊടുക്കാൻ പറഞ്ഞത് വളരെ കുറച്ചാണ്. 100 റുപ്യ സമ്പാദിച്ചാലോട് 75 റുപ്യ കൊടുക്കാൻ പറഞ്ഞില്ല, വെറും 2.5 രൂപ കൊടുക്കാൻ പറഞ്ഞത്. 1000 രൂപ ഉള്ള ആൾക്കോട് 25 റുപ്യ കൊടുക്കാനാണ് പറഞ്ഞത്. 10,000 ഉള്ള ആളോട് 250 കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ എന്താ പറയുക, 1,00,000 ആൾക്കാരോടോ 2,500 കൊടുക്കാൻ പറ്റുള്ളൂ. നോക്കൂ നിങ്ങൾ, വെറും 2,500 റുപ്യ, ബാക്കി എല്ലാം ശുദ്ധിയായി. ഇത്രമാത്രം ലളിതമാണ് ഇസ്ലാമിലെ സക്കാത്തും. കൊടുക്കാൻ യാതൊരു പ്രയാസമില്ലാത്ത നല്ലൊരു അവസരവുമാണ്, സന്ദർഭമാണ്. അത് മനസ്സിലായിക്കൊണ്ട് സക്കാത്തിന്റെ കൃത്യമായ ആ അളവ് പോലെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിന്റെ അവകാശങ്ങൾക്ക് എത്തക്ക രൂപത്തിൽ അതിന്റെ വകുപ്പ് കമ്മിറ്റികളെ ഏൽപ്പിച്ചുകൊണ്ട് സുതാര്യമാക്കാൻ നാം ശ്രമിക്കുക. നമ്മൾ നേരിട്ട് കൊടുക്കുമ്പോൾ പിന്നെ ആ ആള് നമ്മളെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നില്ലെങ്കിൽ, മുണ്ടയച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ് ബഹുമാനിക്കാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വളരെ ഒരു ഈഗോന്റെ പ്രശ്നങ്ങളൊക്കെ വരും. പക്ഷേ സക്കാത്ത് വകുപ്പ് കമ്മിറ്റി ഏൽപ്പിച്ചാലോ അവർ കൊണ്ടുപോയി കൊടുക്കും. ഈ കിട്ടിയ ആൾക്കാർക്ക് ധാരാ കൊടുത്തെന്ന് അറിയില്ലല്ലോ, കമ്മിറ്റി കൊടുക്കുന്നല്ലോ അറിയുള്ളൂ. അതുകൊണ്ട് തന്നെ സുതാര്യമായ ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അള്ളാഹു നമ്മോട് ആവശ്യപ്പെട്ട വിഷയം കൂടിയാണ്. അള്ളാഹു നമ്മെ പലരെയും ഏൽപ്പിച്ച മുതലാണത്. അത് നമ്മൾ എത്രമാത്രം റബ്ബിന്റെ മാർഗ്ഗം ചെലവഴിക്കുന്നു പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇത് തന്നിട്ടുള്ളതെന്ന് മനസ്സിലാക്കി നാം കൃത്യമായി അത് ആ റബ്ബിന്റെ മാർഗ്ഗം ചെലവഴിക്കാൻ വേണ്ടി ശ്രമിക്കുക. അള്ളാഹു നമുക്കെല്ലാം നമുക്ക് കിട്ടിയ സമ്പത്തിന് അർഹതപ്പെട്ടവർക്ക് എത്തിക്കുന്ന യഥാർത്ഥ മുഅ്മിനുകളിൽ മുത്തഖീങ്ങൾ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.
ഇതുപോലെ ചെയ്തിട്ടില്ലാത്തവർ ശ്രദ്ധിക്കുക. നമ്മുടെ സമ്പത്ത് അത് നമ്മുടെ ഹലാൽ തന്നെയാണെന്ന് പരിശോധിക്കുക. നാം കഴിക്കുന്ന ഭക്ഷണം, നാം ധരിക്കുന്ന വസ്ത്രം, നാം ഉടുക്കുന്ന വസ്ത്രം, നാം കുടിക്കുന്ന പാനീയം ഒക്കെ ഹലാലിനാണോ എന്ന് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇല്ല എങ്കിൽ അത് ഗൗരവമുള്ള വിഷയമാണെന്ന് മനസ്സിലാക്കുക. ഈ വിശുദ്ധ റമദാന്റെ അവസാന നിമിഷത്തിൽ കടന്നു പോകുമ്പോൾ, ആ അവസാന നിമിഷത്തിലേക്ക് ഇത്തിക്കാഫുമായി ബന്ധപ്പെട്ട മേഖലയിൽ കടന്നു പോകുമ്പോൾ, ആ എഴുത്തിക്കാഫിലൂടെ നമ്മൾ നേടിയെടുക്കേണ്ട മുഴുവൻ കാര്യങ്ങളിലും കൃത്യമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടാവണം. ആ റബ്ബ് ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനുകളായി തീരാനുള്ള ഒരു അവസരമാണ് എഴുത്തിക്കാഫ്. ഖബറിലെ ചോദ്യങ്ങൾക്കുമുള്ള ഒരു എളുപ്പ വഴിയുമാണ്, പരിശീലന കളറിയാണ് എഴുത്തിക്കാഫ്. ആ എഴുത്തിക്കാഫ് വളരെ പുണ്യകരമായ കാര്യം കൂടിയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി ഉപയോഗപ്പെടുത്തിയ വിഷയം കൂടിയാണെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ഈ വിശുദ്ധ റമദാൻ നഷ്ടപ്പെടുത്താത്ത രൂപത്തിൽ നമ്മുടെ സമ്പത്തും നമ്മുടെ മേഖല ശുദ്ധീകരിച്ചുകൊണ്ട്, മനസ്സിൽ ശുദ്ധീകരിച്ചുകൊണ്ട്, നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് എല്ലാ നിലക്കും നന്മകളുടെ ഹൈറായ മേഖല മുന്നേറിക്കൊണ്ട് കടന്നു പോകുന്ന യഥാർത്ഥ വിശ്വാസികളായി തീരാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഈ സക്കാത്ത് കൊടുക്കാൻ അർഹതപ്പെട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ട് കൊടുക്കാതിരുന്നാൽ നാളെ പരലോകത്ത് അത് പരാജയം തന്നെയായിരിക്കും. നാം അത് ഏറ്റുവാങ്ങേണ്ടി വരുമെന്ന് മനസ്സിലാക്കുക. അത് കൊടുക്കാതിരുന്നാലും ക്ഷാമവർഷം ഉണ്ടാവും, മഴയുണ്ടാവുകയില്ല. ഇവിടെ മറ്റ് ജീവജാലങ്ങളും വളരെ പാവപ്പെട്ടവരും വൃദ്ധന്മാരും ഒക്കെ ഉണ്ടായത് കൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ജീവിച്ചു പോകുന്നത് മനസ്സിലാക്കുക. അവരൊക്കെ പ്രാർത്ഥനയും അവരൊക്കെ എന്താ പറയാ, ആ ഒരു താഴ്മയും വിനയൊക്കെ അള്ളാഹുലേക്ക് കൂടുതൽ വിനയപ്പെട്ട് കടന്നുപോയത് കൊണ്ടാണ് ഇത് മനസ്സിലാക്കുക. അതുകൊണ്ട് കൃത്യമായി അതിന്റെ അളവ് പോലെ കണ്ടെത്തി ആ സക്കാത്തിന്റെ കൃത്യമായ കണക്കുകൾ ശേഖരിച്ച് അത് വേണ്ടപ്പെട്ട അർഹതപ്പെട്ട ആളുകളിലേക്ക് കൃത്യമായി എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു സംവിധാനത്തിലേക്ക് നമ്മൾ കടന്നു വരാൻ എല്ലാവരും മനസ്സ് വെക്കുക. റബ്ബ് തന്ന സമ്പത്തിന് അർഹതപ്പെട്ടവർക്ക് എത്തിച്ചു കൊടുക്കാൻ ഒരു മനസ്സുണ്ടാക്കിയെടുക്കുക. പ്രാർത്ഥിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ വന്നു പോകുന്ന ചെറുതും വലുതുമായ പാപം അല്ലാഹു പുറത്തു തരുമാറാകട്ടെ. നമ്മെ രോഗികളായി കഴിഞ്ഞവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. മാരകമായ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അത്തരം രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ ഇവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. മരണപ്പെട്ടു പോയ നമ്മുടെ പണ്ഡിതന്മാർ, അതേപോലെ തന്നെ ഉസ്താദുമാർ, മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, ആദർശ ബന്ധുക്കൾ, അയൽവാസികൾ, സുഹൃത്തുക്കൾ, സംഘടനാ നേതാക്കന്മാർ, നമ്മുടെ സനാബിന്റെ എല്ലാം പ്രിയപ്പെട്ടവരായ ആളുകൾ എല്ലാവർക്കും അല്ലാഹു മാഫറത്തും മർഹമത്തും നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ കടം കൊണ്ട് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹു ആശ്വാസം നൽകുമാറാകട്ടെ. അതേപോലെ തന്നെ ഈ വിശുദ്ധ റമദാന്റെ മുഴുവൻ അമലുകളെയും ധന്യമാക്കി നാളെ സ്വർഗീയമായ റയ്യാൻ കവാടത്തിലൂടെ കടന്നു പോകുന്ന മഹാ സൗഭാഗ്യവാന്മാർ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. اللهم يا مقلب القلوب ثبت قلوبنا على دينك. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. اللهم انك عفو تحب العفو فاعف عنا. ربنا تقبل منا صلاتنا وصيامنا ودعاءنا وصدقاتنا وزكواتنا وتلاوتنا وجميع اعمالنا يا ارحم الراحمين. وتب علينا انك انت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. السلام عليكم ورحمة الله وبركاته.